നമസ്കാരം. നാളെ ജൂൺ 30 ജൂൺ മാസത്തിലെ അവസാന ദിവസം കൂടിയാണ് നാളത്തെ ദിവസവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷപരമായ ചില കാര്യങ്ങളാണ്, അതായത് ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാരായ വ്യക്തികൾക്ക് നാളത്തെ ദിവസം അല്പം അനുകൂലം തന്നെയാക്കുന്നു. എന്നാൽ വന്നു ചേരുന്നതായ സൗഭാഗ്യങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തുന്നതായ ചില കാര്യങ്ങളും സംഭവിക്കാം. അതിനാൽ അത് മുൻകൂട്ടി മനസ്സിലാക്കി പോകുന്നതാണ് ഏറ്റവും ശുഭം. നാളെ ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാരാണ് മേടം രാശിയിൽ വരുന്നത്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രധാനമായും നിങ്ങൾക്ക് നടക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് നടക്കേണ്ടതായ സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരും. അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനോടൊപ്പം ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടാം. കൂടാതെ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ, അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണുവാനുള്ള സാധ്യതകളുണ്ട്. നഷ്ടം വരാതെ നോക്കേണ്ടതായ സാഹചര്യമുണ്ട്. കൂടാതെ ഈ സമയം ദുഷ്പ്രലോഭനങ്ങളെ ചെറുക്കേണ്ടത് അനിവാര്യമാണ്. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. ചില സഹായം നിങ്ങൾക്ക് ആവശ്യപ്പെടാതെ തന്നെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നീടത് സ്വീകരിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നാം. അതിനാൽ ശരിയായ രീതിയിൽ തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം അത്തരം കാര്യങ്ങൾ സ്വീകരിക്കുക. കൂടാതെ ഈ സമയം അല്പം ആശ്വാസം നേടിത്തരുന്ന പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കാര്യസിദ്ധിക്കായി പരിശ്രമിക്കുകയും അത് അനുകൂലമായി ഭവിക്കാം. പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ട് എങ്കിലും പ്രായോഗിക ബുദ്ധി കൊണ്ട് അവയെ മറികടക്കുവാൻ സാധിക്കുന്ന ദിവസമാണ്. തൊഴിൽപരമായും അനുകൂലമാണ് എങ്കിലും അല്പം ക്ലേശങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. എന്നാൽ അത് തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. കടബാധ്യതകൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ പണത്തിന് ആവശ്യമുണ്ട്. അത് പരിഹരിക്കാനുള്ള ചില വഴികൾ ഇന്നേ ദിവസം തെളിഞ്ഞു എന്ന് വരാം. ചെലവുകൾ കുറയ്ക്കുവാനുള്ള ശ്രമം നടത്തും എങ്കിലും ഒരു പരിധി വരെ മാത്രമേ വിജയിക്കുവാൻ സാധിക്കൂ. പല കാര്യങ്ങളിലും ധാരാളം സമയം ലഭിക്കണം എന്നില്ല. അതിനാൽ കൃത്യമായ സമയത്ത് തന്നെ ആ കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഗൃഹവുമായി ബന്ധപ്പെട്ട് അഥവാ വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുക. കുടുംബ തർക്കങ്ങൾ, കലഹങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇന്നേ ദിവസം പൊതുവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. ഈ സമയം പ്രത്യേകിച്ചും സാക്ഷാൽ പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇന്നേ ദിവസം ഭഗവാന് കൂവളമാലയോ ധാരയോ അതോടൊപ്പം പിൻവിളക്കോ നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ധാരയും പിൻവിളക്കം നടത്തുവാൻ പ്രത്യേകം ഓർക്കുക. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, തിരുവാതിര, പുണർദം എന്നീ നാളുകാർ. ഈ സമയം പ്രത്യേകിച്ചും അഥവാ ഇന്നേ ദിവസം പല ദൗത്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരും. അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. സ്വസ്ഥത ലഭിക്കുന്നതായ സാഹചര്യം വന്നു ചേരാം. അമിതമായ ഭാരം ഉണ്ടാകുവാനുള്ള സാധ്യത തുലവും കുറവായിരിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പമൊന്ന് അനുകൂലമായി തീരാം. ധനപരമായ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. വിദ്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ തടസ്സങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല പ്രവർത്തനങ്ങളിലും ആലസ്യം ഉണ്ടാവുകയും എന്നാൽ അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇന്നേ ദിവസം ഉണ്ടായി എന്ന് വരാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എങ്കിലും നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ചില വ്യക്തികളെ തിരിച്ചറിയുവാൻ സാധിച്ചു എന്ന് വരാം. കലാരംഗത്തുള്ളവർക്കും അവസരങ്ങൾ വന്നു ചേരാം.
കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം അത്തരം കാര്യങ്ങളിൽ ബാക്കി തീരുമാനങ്ങൾ എടുക്കുവാൻ ശ്രമിക്കണം. ധനനിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഉദാര സമീപനം ചൂഷണം ചെയ്യാൻ ഇടവരുത്തും എന്ന കാര്യം ഓർക്കുക. ആ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. തൊഴിൽപരമായ ആശ്വാസം ലഭിക്കുകയോ താൽക്കാലികമായ തൊഴിൽ ലഭിക്കുകയോ ചെയ്യാം. ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഒരു പരിധിവരെ വിജയം കാണുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കാര്യസാധ്യത്തിന് അത് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. കൂടാതെ ഈ സമയം ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ സഹായകരമായ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ട ദിവസമാണ്. ശിവമന്ത്രങ്ങൾ ജപിക്കുകയും ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുക. കൂടാതെ ഇന്നേ ദിവസം വെളുത്ത പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ശുഭകരം തന്നെയാകുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഇന്നേ ദിവസം ഭഗവാന് ധാരയോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ നിങ്ങളുടെ പേരിൽ നടത്തി പ്രാർത്ഥിക്കുക. അതോടൊപ്പം പിൻവിളക്ക് കൂടി നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, ചോതി, വിശാഖം എന്നീ നാളുകാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു ദിവസമാണ്. പല പരിശ്രമങ്ങളും വിജയം കാണുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ഏറ്റവും അനുകൂലമായ ദിവസം എന്ന് പറയുവാൻ സാധിക്കില്ല എങ്കിലും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് വരണം എന്ന് ചിന്തിച്ച് ചില കാര്യങ്ങൾ പറയും. എന്നാൽ ആ കാര്യങ്ങൾ അവർ എടുക്കുന്നത് തെറ്റായ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ അവർ അത് തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ അമളി പിണയുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ കരുതലോടെ തന്നെ ഏതൊരു കാര്യത്തെയും സമീപിക്കേണ്ട ദിവസമാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. തുടർ പഠനത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ലഘു പ്രയത്നത്താൽ പല നേട്ടങ്ങളും വന്ന് ചേരാവുന്ന ഒരു സമയമാണ്. ആവശ്യത്തിന് വിശ്രമം ലഭിക്കുകയോ അല്ലെങ്കിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയോ ചെയ്യാം. നവീനമായ പല കാര്യങ്ങളും ഇന്നേ ദിവസം സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. മുൻകൂട്ടി തീരുമാനിച്ചതായ പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. അല്പം ആലസ്യം അനുഭവപ്പെടുന്നതാണ്. അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ ശരിയായ രീതിയിൽ പാലിക്കുവാൻ സാധിച്ചു എന്ന് വരാം. വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വഴികൾ ചിന്തിക്കുകയും ഒരു പരിഹാരം ലഭിക്കുകയും ചെയ്യാം. ദുഷ്പ്രേരണകളെ പ്രതിരോധിക്കുവാൻ ഇന്നേ ദിവസം പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ധാരയോ നടത്തുക. അതോടൊപ്പം പാർവതി ദേവിക്ക് പിൻവിളക്ക് കൂടി നടത്തുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തികളിൽ സാമാന്യമായ ഒരു വിജയം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കലാരംഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പല കാര്യങ്ങളിലും വിശിഷ്ട വ്യക്തികളുടെ സഹകരണം ദൃശ്യമാകുന്ന സമയമാണ്. കൂടാതെ പല വിധത്തിലും ഉയർച്ചകൾ നൽകുന്ന ജോലികൾ, അത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. അനാവശ്യമായ തിടുക്കം, ആകാംക്ഷ നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തർക്കങ്ങൾ, അനൈക്യം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം പല കാര്യങ്ങളിലും ഒരു മാറ്റം പ്രകടമാവുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം. ആലസ്യം കർമ്മരംഗത്ത് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകണം.
അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ച് സമയം കളയരുത് എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം പണച്ചെലവ് ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം വരുമാനം ലഭിക്കാനുള്ള സാധ്യതകൾ ഒരല്പം കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള ന്യായമായ ആവശ്യമായ കാര്യങ്ങൾ അത് നടന്ന് കിട്ടുന്നതായ ഒരു ദിവസം തന്നെയാണ്. പല കണക്കുകൂട്ടലുകളും അനുകൂലമായി തീർന്നു എന്ന് വരാം. ചടുലമായ നീക്കങ്ങൾ ഇന്നേ ദിവസം പല കാര്യങ്ങളിലും ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ധനപരമായ കാര്യങ്ങൾ തൃപ്തികരമാകും എങ്കിലും അല്പം തടസ്സങ്ങൾ വന്ന് ചേർന്നതിന് ശേഷമായിരിക്കും തൃപ്തികരമാവുക. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. പാഴ്ചെലവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ദിവസമാണ്. കുടുംബകാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ്. ഇന്നേ ദിവസം അല്പമൊന്ന് ശ്രദ്ധിച്ചില്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയോ മാനസിക വിഷമങ്ങൾക്കോ കാരണമായി തീരാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ നീങ്ങുക. ഇന്നേ ദിവസം ഭഗവാനെ കൂവളമാലയോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ധാര വഴിപാടോ നടത്തി പ്രാർത്ഥിക്കുക. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. വീട്ടിൽ വെളുത്ത പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഇന്നേ ദിവസം നിങ്ങൾ പ്രവർത്തിക്കുക.